ഭാഗം 1. നാടിനെ ഞെട്ടിച്ച നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിനു കാരണം ചെകുത്താൻ സേവയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജീവൻ കൊടുത്ത് ആത്മാവിനെ സാത്താനുവേണ്ടി വേർപെടുത്തുന്ന പൈശാചിക ആരാധനയുടെ ഭാഗമായിരുന്നു കൊലപാതകമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിന്റെ ഭാഗമായാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ബന്ധുവിനെയും വകവരുത്തി ഒരുത്തൻ സ്വന്തം ആരാധനാകർമ്മം നിർവഹിച്ചു. ഇതിലൂടെയുള്ള ലക്ഷ്യം സാത്താനെ പ്രീതിപ്പെടുത്തുക. ദൈവാരാധനയുടെ വേറെ ഒരു പതിപ്പാണ് ഈ സാത്താൻ ആരാധനയും. രണ്ടിലും മൂർത്തവും അമൂർത്തവുമായ ബലികൾ ഉണ്ട്. ബലി മതവിശ്വാസികളുടെ വലിയ ആരാധനാകർമ്മമാണ്. ഈ കർമ്മത്തിലൂടെ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് വലിയ രീതിയിലുള്ള ജീവിത മോശമാണ്. ആരാധന സഫലമാണ്. അതിന് എല്ലാ മതവും വലിയ രീതിയിൽ മാഹാത്മ്യവും പുണ്യവും കൽപ്പിക്കുന്നു. മതങ്ങളും അവരുടെ വിശ്വാസങ്ങളും ആരാധനാകർമ്മങ്ങളും മൃഗബലിയിലൂടെയും നരബലിയിലൂടെയും മറ്റുള്ളവരുടെ ജീവൻ എടുത്തുകൊണ്ട് ആത്മസംതൃപ്തി നേടുന്ന കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ നടമാടുന്നത്. അത് മതത്തിലായാലും സാത്താൻ ആരാധനയിലായാലും ഒരുപോലെയാണ് വരുന്നത്. അതിൽ ഒരു വശത്ത് ദൈവവും മറുവശത്ത് സാത്താനും നിലനിൽക്കുന്നു. അതെ, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ. അതെ, നമുക്ക് നോക്കാം, എന്താണ് കറുത്ത കുർബാന അല്ലെങ്കിൽ സാത്താൻ ആരാധന? മധ്യകാലഘട്ടത്തിൽ ശത്രുക്കളുടെ നാശത്തിനു വേണ്ടി ക്രിസ്ത്യൻ വിശ്വാസികൾ കാഴ്ചവെച്ചിരുന്ന ദിവ്യബലിയാണ് കറുത്ത കുർബാന. ഹിന്ദുക്കളുടെ ശത്രുസംഹാര പൂജയും പിന്നെ ബലിയും. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഹജ്ജ്, അതിലെ കല്ലേറ്, അതുപോലെ മൃഗബലി ഇവയൊക്കെ ഇതിൽപ്പെടും. മതങ്ങളുടെ ഒരു മറുവശം തന്നെയാണ് കറുത്ത കുർബാനയും. ഇതിൻ്റെ ഉത്ഭവം ഫ്രാൻസിൽ നിന്നാണ്. 1500 കത്രീന എന്ന ഫ്രാൻസിലെ രാജ്ഞി ആദ്യത്തെ കറുത്ത കുർബാന അർപ്പിച്ചതായിട്ടാണ് ചരിത്രം പറയുന്നത്. ഒരു വൈദികനും ഫ്രാൻസിലെ രാജാവിനു വേണ്ടി കറുത്ത കുർബാന അർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ക്രിമിനൽ കുറ്റത്തിന് ഇവർ രണ്ടുപേരും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് കറുത്ത കുർബാന അർപ്പിച്ചതിൻ്റെ വിശദാംശങ്ങൾ പുറം ലോകം അറിയുന്നത്. ലത്തീൻ കത്തോലിക്കക്കാരുടെ ആരാധനക്രമമനുസരിച്ച് തന്നെയായിരുന്നു ഇവർ കറുത്ത കുർബാന അർപ്പിച്ചത്. ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയി 14 ഭാര്യയെ ബലിപീഠത്തിൽ നഗ്നയായി കിടത്തി. അവളുടെ നഗ്നമായ വയറിൽ കാസയും വിരിച്ചു പിടിച്ച കൈകളിൽ 2 കറുത്ത മെഴുകുതിരികളും വെച്ചാണ് അന്നത്തെ കറുത്ത കുർബാന അരങ്ങേറിയത്. എന്നാൽ കറുത്ത കുർബാന എന്ന പേരിൽ അറിയപ്പെടുന്ന സാത്താൻ ആരാധനയെക്കുറിച്ച് ഏറെ ചർച്ചകളും പഠനങ്ങളും നടക്കുന്നുണ്ടെങ്കിലും നിയമിതമായ അർത്ഥത്തിൽ കറുത്ത കുർബാനയെ നിർവചിക്കാനോ വ്യാഖ്യാനിക്കാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ സാത്താൻ ആരാധനയ്ക്ക് ഏകീകൃത രൂപമോ നിശ്ചിത ക്രമമോ ഇല്ല എന്നത് തന്നെയാണ് ഇതിന് കാരണവും. കറുത്ത കുർബാനയെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്ന മറ്റൊരു ഉറവിടമാണ് യൂറോപ്പിൽ നടന്ന വിച്ച് ഹണ്ട്. സാത്താൻ്റെ കൂട്ടാളികളാണെന്ന് അറിയപ്പെട്ടിരുന്ന വിച്ചുകൾ തിരുവോസ്തി മോഷ്ടിച്ചിരുന്നതായും അവ കറുത്ത കുർബാനയിൽ ഉപയോഗിച്ചിരുന്നതായും ചില ഗ്രന്ഥങ്ങളിൽ കാണാം. ഇത്തരം മോഷണങ്ങൾക്ക് വൈദികരും കൂട്ടുനിന്നിരുന്നതായി പറയപ്പെടുന്നു. 17-ാം നൂറ്റാണ്ടിൽ വിശ്വാസ ഭ്രംശം വന്ന സന്യാസികളും വൈദികരും ലൈംഗിക ചിട്ടവട്ടങ്ങൾ ഉൾപ്പെടുത്തി കുർബാന അർപ്പിച്ചിരുന്നതായി ചില ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഏതു രീതിയിലാണ് കറുത്ത കുർബാന അർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിർദ്ദേശിക്കുന്ന ഗ്രന്ഥം ലഭിക്കുന്നത് ഫ്രാൻസിൽ നിന്ന് ആയിരുന്നില്ല, മറിച്ച് അമേരിക്കയിൽ നിന്നായിരുന്നുവെന്നത് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുതയാണ്. 1969 അത്തരമൊരു ആൽബം പുറത്തുവരുന്നത്. വിച്ച് ക്രാഫ്റ്റ്സ് ഡെസ്ട്രോയ്സ് മൈൻഡ്സ് ആൻഡ് റെപ്പൻസ് സോൾസ്. കോവാൻ എന്നയാളാണ് ഇത് പുറത്തിറക്കുന്നത്. പിന്നീട് അദ്ദേഹം സാത്താൻ്റെ ചർച്ച ആരംഭിക്കുകയും കറുത്ത കുർബാന അർപ്പിക്കുന്നത് തുടങ്ങുകയും ചെയ്തു. അതിൽ ചിലത് പൊതുജനത്തിനായും അർപ്പിക്കപ്പെടുന്നുണ്ട്. 3 തരത്തിലുള്ള കറുത്ത കുർബാനകളാണ് അവർ നടത്തിയിരുന്നത്. ക്രൈസ്തവർ അർപ്പിച്ചിരുന്നത് ശത്രുസംഹാര പൂജകൾക്ക് സമാനമായ ഉദ്ദേശത്തോടു കൂടിയുള്ള കുർബാനകളായിരുന്നു. ക്രൈസ്തവ സഭയിലെ കുർബാന എന്ന ആചാരത്തെ അനുകരിച്ചുകൊണ്ട് ദൈവത്തെയും ക്രിസ്തുമതത്തെയും നിന്ദിക്കുന്ന രീതിയിൽ സാബത്ത് ദിവസത്തിൽ അനുഷ്ഠിക്കുന്ന ഒരാചാരമായി ഇന്നും ഇത് തുടരുന്നു. സാത്താൻ സഭ എന്ന പേരിൽ കുപ്രസിദ്ധമായ ഒരു വിഘടിത സംഘം 1969 സാത്താൻ കുർബാനയുടെയും സാത്താൻ ബൈബിളിൻ്റെയും ആധികാരിക ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചു. ലത്തീൻ കുർബാനയെ അനുകരിച്ച് തൃത്വനാമത്തിന് പകരം സാത്താൻ്റെ നാമത്തിലാണ് കറുത്ത കുർബാന തുടങ്ങിയിരുന്നത്. ബേൽസബൂൽ, അസ്മോദേബൂസ്, അസ്തറോത്ത് എന്നീ പിശാചുക്കളുടെ നാമത്തിലാണ് കറുത്ത കുർബാന ആരംഭിച്ചിരുന്നത്.
കത്തോലിക്ക ദേവാലയങ്ങളിൽ കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തിയാണ് കറുത്ത കുർബാനയിൽ ഉപയോഗിച്ചിരുന്നത്. പൈശാചിക പ്രാർത്ഥനകളിലൂടെ തിരുവോസ്തിയിലെ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അവഹേളിച്ച് അശുദ്ധമാക്കുക എന്നതാണ് ഇതിലെ കർമ്മങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇത്തരം ബലിയർപ്പണ രീതികൾ 15-ാം നൂറ്റാണ്ടോടെ സഭയിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ടു. ഇതിനെ തുടർന്നാണ് കറുത്ത കുർബാന എന്ന പേരിൽ സാത്താൻ ആരാധനാ സംഘം രംഗപ്രവേശം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ വേറെയും ഒരു ഐതിഹ്യമുണ്ട്. നിലവിൽ ചെക്ക് റിപ്പബ്ലിക്കിലെ ബെഹാമിയ എന്ന സ്ഥലത്ത് 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എഴുതപ്പെട്ട ഒരു വലിയ പുസ്തകമുണ്ട്. മധ്യകാലഘട്ടത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നുവത്രേ ആ പുസ്തകം. ലത്തീൻ ഭാഷയിൽ എഴുതിയ ഈ പുസ്തകം നിർമ്മിച്ചിട്ടുള്ളത് 160 കഴുതുകളുടെ തോലുകൊണ്ടുണ്ടാക്കിയ 624 പേജുകളിലാണ്. ഈ പുസ്തകത്തിന് 75 കിലോ ഭാരവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ പുസ്തകത്തിനെക്കുറിച്ചുള്ള നിരൂപണം ഇങ്ങനെയാണ്. ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു സന്യാസി മഠത്തിൽ ജീവിച്ചിരുന്ന ഹെർമൻ റിക്ലോസ് എന്ന ഒരു സന്യാസി ചില കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലാവുകയും അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഒരൊറ്റ രാത്രി കൊണ്ട് ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ബൃഹത് ഗ്രന്ഥം താൻ നിർമ്മിക്കാമെന്ന് അന്നത്തെ ഭരണാധികാരികൾക്ക് വാക്കു നൽകുകയും എന്നാൽ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണമെന്ന ഉടമ്പടി വയ്ക്കുകയും ചെയ്തു. ഈ ഉടമ്പടി പ്രകാരം ഈ സന്യാസി അതിനുള്ള പണി തുടങ്ങുകയും ചെയ്യുന്നു. സന്യാസിക്ക് നിശ്ചയിച്ച സമയപ്രകാരം ഇത് പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും തൽക്ഷണം അയാൾ സാത്താനെ വിളിക്കുകയും സാത്താൻ വന്നുകൊണ്ട് അയാളെ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം. തന്നെ സാത്താൻ സഹായിച്ചതിൻ്റെ നന്ദി സൂചകമായി തനിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സാത്താൻ്റെ രൂപം ഈ പുസ്തകത്തിൻ്റെ ഒരു താളിൽ വരയ്ക്കുകയും ചെയ്തു. ഈ പുസ്തകം പിന്നീട് അറിയപ്പെട്ടത് ഡബിൾ ബൈബിൾ എന്നായിരുന്നു. ഈ ബൈബിൾ ഇപ്പോൾ സ്വീഡനിലെ സ്റ്റോക്ക്ഹോം നഗരത്തിലെ നാഷണൽ ലൈബ്രറിയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കറുത്ത കുർബാന ആത്യന്തികമായി മനുഷ്യക്കുരുതിയും പിന്നെ പരസ്യമായ മനുഷ്യമാംസ കച്ചവടവും തന്നെയാണ്. സമൂഹത്തിലെ ഏറ്റവും സമ്പന്നരും വരേണ്യരുമായ വിഭാഗം മാത്രമേ പലപ്പോഴും കറുത്ത കുർബാനയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെടാറുള്ളൂ. തന്മൂലം പലരും ഇത്തരം നിഗൂഢ ഗ്രൂപ്പുകളിലെ അംഗത്വത്തെ അംഗീകാരമായി കരുതുന്നതും ഇതിൻ്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഒരിക്കൽ പങ്കെടുത്തവർക്ക് പിന്നീട് പിൻവലിയാനുള്ള സകല പഴുതുകളും അടയ്ക്കപ്പെടുന്നതിനാൽ സാത്താൻ ഗ്രൂപ്പുകളിലെ അംഗത്വം പലപ്പോഴും നിർബന്ധിത അടിമത്തമായി മാറുകയും ചെയ്യുന്നു. ഈ അടുത്ത കാലത്ത് നടന്ന 14കാരികളെ പീഡിപ്പിച്ച സാത്താൻ സേവക സംഘം പെൺകുട്ടികളുടെ ശരീരത്തിൽ മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിരുന്നു എന്നും പെൺകുട്ടികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതിൽ ഉൾപ്പെട്ടാൽ പിന്നെ പുറത്തു ചാടാൻ വലിയ പ്രയാസമാണ് എന്നുള്ളത്.